മോനെ ദീപകേ, അങ്കിൾ എന്ത് മര്യാദകേടായി കാണിച്ചത്? എന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ലെന്ന് പറഞ്ഞിട്ട്. നീ വെറുതെ ശോഭിക്കല്ലേ മോനെ ദീപകേ. ഞാൻ ഈ കളിക്കുന്ന കളികളെല്ലാം നിനക്ക് വേണ്ടിയാണ്. മോനെ, ഇത് പൊളിറ്റിക്സ് ആണ്. ഇതാണ് പൊളിറ്റിക്സ്. എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഒന്നുമില്ല മോനെ, നിനക്ക് എന്തെങ്കിലുമൊക്കെ ആവണം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ട. അംബിക കേറിയിരിക്കുന്ന മന്ത്രി കസേര നിനക്ക് വേണമെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് അകത്തേക്ക് ചെല്ല്. എന്നിട്ട് അമ്മയെ കണ്ടിട്ട് ഒന്ന് വിതുമ്പുകയോ കരയുകയോ ഒക്കെ ചെയ്യ്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. ആ ഒരു മട്ടില് നാടകം നന്നായി കളിച്ചിട്ട് വേഗം പുറത്തു വാ. അങ്കിളെ, അത് ചതിയല്ലേ? ചതിയ? ഇത്രയും കാലം ചെല്ലും ചെലവും തന്ന് നിന്നെ വളർത്തിയ നിന്റെ അമ്മാവനെ ബോംബ് വെച്ച് വീഴ്ത്തിയിട്ടാ അമ്മയെ കസേരയിൽ നീ കയറ്റിയത്. മോനെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് കാലുവാരലും കുതികാൽ വെട്ടലും ഒക്കെയാണ്. സ്വന്തം അമ്മയുടെ കുതികാലും വെട്ടണം. ദാറ്റ് ഈസ് പൊളിറ്റിക്സ്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യ. ഓക്കേ? ശരി. നിങ്ങളാരാ? അതെന്റെ മകനാ. ആ ചെല്. അമ്മേ, എന്താ അമ്മ ഇതൊക്കെ? എന്റെ പൊന്നു മോനെ, എനിക്കിതൊന്നും അറിയില്ല. ഞാനിതൊന്നും ചെയ്തതല്ല. എടാ, എന്തുണ്ടെങ്കിലും ഞാൻ നിന്നോട് പറയുന്നതല്ലേ. ഞാൻ ഒരു അഴിമതി നടത്തിയിട്ടില്ല. ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്നത് വരെ അഴിമതി ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. പിന്നെ ഈ പരീക്ഷ പേപ്പർ എങ്ങനെ ചോർന്നമ്മേ? ഇതെന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ അറിയാനാ? ഇതാരോ മനഃപൂർവ്വം എന്നെ ചതിച്ചതാ. അത് 100% ഉറപ്പാ. അമ്മയ്ക്ക് ആകെ ശത്രുക്കളുള്ളത് നമ്മുടെ വീട്ടിലുള്ളവരല്ലേ? അതെ. ആ രാജുവിനെ ഓഫീസിൽ കയറ്റിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ അവൻ എനിക്കിട്ട് എന്തെങ്കിലും വേല വയ്ക്കുമെന്ന്. പക്ഷേ അതിത്ര പെട്ടെന്ന് ചെയ്യുമെന്ന് കരുതിയില്ല. അത് അവരെല്ലാം ഒറ്റക്കെട്ട അമ്മേ. അതിലാ വാഴ ശേഖരനും യാമിനിയും ഒക്കെ പെടും. ശേഖരന് ആ വിധ ബുദ്ധിയൊന്നുമില്ല. ഇതേ അവനും അവളും കൂടി ചെയ്തതാ. ആ രാജുവും ഋതികയും. ഇതിനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്തായാലും അമ്മ സമാധാനായിട്ടിരിക്കെ. ആ DGP ഇവിടുന്ന് പോയിട്ടില്ലെന്നാ ഞാൻ അറിഞ്ഞത്. ഞാൻ അയാളോട്ടൊന്ന് സംസാരിക്കട്ടെ. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ അയാളോട് ചെന്ന് ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞേക്കരുത്. ഒടുവിൽ അയാൾ നിന്നെ പിടിച്ച് ഇതിനകത്തിടും. പിന്നെ ഒരു ആവശ്യത്തിന് ഒരാളുണ്ടാവില്ല. എന്നെ നിങ്ങളൊരു പമ്പര വിഡ്ഢിയായിട്ട് കാണല്ലേ? എനിക്കുണ്ടൊരു വ്യക്തിത്വം.